ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി നിക്കാഹിടെയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി ആരാ ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സുകൾ ഒരുമിച്ച് പഠിച്ചതും മദ്രസക്കും സ്കൂൾക്കും പോയതും അതേപോലെ തന്നെ പോയേക്കൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ ഒരേ ഇപ്പോൾ വർഷത്തിൽ ജനിച്ച ഒരു മദ്രസ സ്കൂളൊപ്പം പോയാലൊക്കെയാണ് കേട്ടോ അവളമ്മ. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഫസ്റ്റ് കെട്ടിച്ചത് വളമ്മാനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോളാണ് കേട്ടോ. അത് എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ വലിയ മോളാണ്. അപ്പോൾ ഓളെ നിക്കാഹാണ് ഇന്ന്. അപ്പോൾ നിക്കാഹ് പിന്നെ കാളികാവിൽ വെച്ചിട്ട്, അവളെ വീട് കാളികാവിലാണ് കേട്ടോ, കല്യാണം കഴിച്ച വീട്. പിന്നെ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട് മാളിയേക്കലാണ്. മാളിയേക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാൻ്റെ വീടും മാളിയേക്കലായതുകൊണ്ട് വരുന്ന വന്നോലെയൊക്കെ ഞങ്ങൾ അറിയണ പോലെ തന്നെയാണ്. പിന്നെ ഇവളെ ഇമ്മാൻ്റെ കുടിക്കാർ, അഥവാ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കുടിക്കാരും പിന്നെ അപ്പോൾ ഇവളപ്പാൻ്റെ കുടിക്കാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ ആൾക്കാരാണ് കേട്ടോ. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടപ്പോൾ. പിന്നെ എൻ്റെ അമ്മോൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിക്കാഹിന്. എൻ്റെ അമ്മോൻ്റെ പിന്നെ മരിയോളെ കുഞ്ഞാമാൻ്റെ കുട്ടിയും കൂടിയാണ് ഈ പുതിയ എണ്ണ കേട്ടോ. അപ്പോൾ അങ്ങനെയും കുടുംബമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു കൂട്ടുകാരത്തികൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലാറ് ബന്ധമായി തോന്നൂല്ലേ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവളായിട്ട് ഞാൻ എന്നാണോ ഞങ്ങൾ കൂട്ടുകാരത്തികളത് ആ ബന്ധം ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയാപ്പിള വന്നിക്കണി നിക്കാഹൊക്കെ കഴിഞ്ഞ് മഹർ കെട്ടാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. 1:30 ആയിക്കണ സമയം കേട്ടോ. അപ്പോൾ ഈ പുതിയാപ്പിള കുട്ടിൻ്റെ വീടാട്ടോ മാളിയേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അഥവാ എൻ്റെ അമ്മാൻ്റെയൊക്കെ വീടിൻ്റെ ഏകദേശം അടുത്താണ്. അപ്പോൾ മഹർ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ഒരുപാട് അറിയണവരുണ്ടായപ്പോൾ എല്ലാവരും കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. മറക്കാൻ പറ്റാത്ത ദിവസം എന്നൊക്കെ പറയാമല്ലോ. പിന്നെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. കാരണം ഇവളമ്മാൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ എൻ്റെ ഫ്രണ്ട്സുകളാണല്ലോ. അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ ഒരുപാട് കാണാനുണ്ട്. കുറേ ആൾക്കാർ ഓളമ്മാൻ്റെ കുടിത്തോല്, ഓള കുടിത്തോല്, അതേപോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ എല്ലാവരും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ വന്ന് മഹർ കെട്ടിയതിന് ശേഷം ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഒരു വരുന്ന വരവ് തന്നെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതെടുത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ആണുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കൽ തുടങ്ങി. ഒരുപാട് ഉസ്താദുമാരും അങ്ങനെ അറിയുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട് പോണത് ഇതിൻ്റെ അമ്മേൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓനും ഞാനും ഒപ്പം പഠിച്ചതാണ്. ഒരു സ്കൂളിലായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഓനെ കണ്ടപ്പോൾ അപ്പണ് കാണുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ടാറ്റായിട്ടാണ് കേട്ടോ ഓന്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. അവരൊക്കെ മാളേക്കുള്ളതാണ്. അപ്പോൾ പുതിയാപ്പിളൊക്കെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്ന സ്ത്രീകളെയൊക്കെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് അവളെ കുടുംബക്കാരൻ വിളിച്ചങ്ങോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് മഹർ കെട്ടണ പോലെ ചോറിന്ന് വന്നിട്ടാണ് മഹർ കെട്ടണതൊക്കെ കാണട്ടെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫുഡിങ്ങൊക്കെ റെഡി ആക്കിക്കണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്നുമല്ല കേട്ടോ ഓർഡർ ചെയ്തിരിക്കണം, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ പൊരി, ഫ്ലവർ പൊരി, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാർ, തൈര്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഫുഡ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുക കേട്ടോ, ഫുഡിങ്. അപ്പോൾ ഓനിങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞു, ഉമ്മാൻ്റെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ബാനുമാണ് ഒപ്പം പോയത് കേട്ടോ. എൻ്റെ കൂട്ടുകാരത്തി ബാനുല്ലേ, എല്ലായിടത്തും ഞങ്ങളൊപ്പം തന്നെയാണല്ലോ പോവല്. അപ്പോൾ ഇങ്ങോട്ടും ഞങ്ങൾ ഒരുമിച്ച് തന്നെ. ഒരുപാട് കൂട്ടുകാരത്തികളൊക്കെ പോരാനുണ്ടായിരുന്നു. പക്ഷേ ഓൽക്കൊക്കെ ഓരോരോ, ഇന്ന് നമ്മൾ ആമി കിച്ചനൊക്കെ അപ്പോൾ ഒരു നിശ്ചയമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പാണ്ടിക്കാട് കിച്ചന് വേറെ എന്തോ ഒരു വിഷയമുണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവരൊന്നും പോരാന്ന് ഞങ്ങൾ മാത്രം പോയത് കേട്ടോ. പോയപ്പോഴല്ലേ മാഷാ അല്ലാ പോയത് മുതലായി. കാരണം എല്ലാവരും കണ്ടു കേട്ടോ. കാണാൻ പറ്റുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ. പിന്നെ ഉമ്മാൻ്റെ നാട്ടുകാരാകുമ്പോൾ ഇന്നെല്ലാവരും അറിയുമല്ലോ. അപ്പോൾ എല്ലാവരോടും. പിന്നെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തത്തെ ഒരു ചെറിയ ഓളും ഉണ്ടായിരുന്നു കേട്ടോ. ഓളവിടുന്ന് കാണാൻ പറ്റി. പിന്നെ പറയുക, അമ്മോരെ മരോളും ഇവളെ കുഞ്ഞാമായിട്ട് വരും. അങ്ങനെ എല്ലാവരും പാടെ അറിയണവരിതായതുകൊണ്ട് വളരെ വളരെ സന്തോഷമായി. നല്ലൊരു അടിപൊളി നിക്കാഹായിട്ട് തോന്നി കേട്ടോ. മാഷാ അല്ലാ.
അപ്പോൾ അവരെ കുടുംബജീവിതത്തിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. പിന്നെ ഈ പുതിയാപ്പിള ചെക്കൻ്റെ ഞങ്ങൾ അറിയുന്ന ആൾ തന്നെ കേട്ടോ. ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തായത് മാത്രമല്ല എൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ഒരു കൂട്ടുകാരനും കൂടിയാണ് കേട്ടോ എൻ്റെ ഉപ്പ. അങ്ങനെ ഞങ്ങൾ അറിയും. പിന്നെ എന്താ പറയുക, ഇവളെ ഇമ്മാൻ്റെ ഉപ്പാനെ അറിയും, ഉമ്മാൻ്റെ ഉമ്മാനെ അറിയും, എല്ലാവരും മൊത്തത്തിൽ അറിയുന്നൊരു ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഏറെ പോയത്. ഓലി എല്ലാവരും ഒരുമിച്ച് കാണാലോ എന്നില്ല ആ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും പോയി. ഞാനും ഐസുമാണ് ഇവിടുന്ന് പോയത് കേട്ടോ. ആദ്യം പിന്നെ സ്കൂളിൽ പോയിരുന്നു. പിന്നെ ബാനു അവൾ അവിടുന്ന് ഇങ്ങോട്ട് കാളികാവ്ക്ക് വന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ടാണ് അവളെ വീട്ടിൽ പോയത്. പിന്നെ മടക്കത്തിൽ ഞങ്ങൾ അവിടുന്ന് എൻ്റെ അമ്മേൻ്റെ കുട്ടി അങ്ങാടിക്ക് ആക്കി തന്ന് അങ്ങനെ ഞങ്ങൾ പോരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടുന്ന് പഠിക്കുന്ന ബസ് കയറിയ കാളികാവ്ക്ക് എപ്പോഴും ബസ്സാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും ബസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്കൂട്ടി എടുത്താൽ മോൾ ഉറങ്ങുമാവോ വിചാരിച്ചിട്ട് സ്കൂട്ടി എടുത്തില്ല. പിന്നെ കാറ് ഞങ്ങൾക്ക് രണ്ടാക്കും എടുത്താൽ മുതലാവില്ലല്ലോ എന്ന് വിചാരിച്ച് കാർ എടുക്കാതെ പോയിട്ടോ. ബസ്സിനാണ് പോയതൊക്കെ. എന്നാലും ഞങ്ങൾ മഴയത്തോ അല്ലെങ്കിൽ ഇടങ്ങാറായി ഒന്നും ചെയ്തില്ല. നല്ല നിലക്ക് പോയി ഒക്കെ റാഹത്തായിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും ഇടാൻ പറ്റാത്ത എന്താ വെച്ചാൽ നല്ല സിനിമാ പാട്ടുകളും നല്ല മാപ്പിളപ്പാട്ടുകളൊക്കെ ഉണ്ട് അവിടെ സെറ്റിൽ പാടണം. അപ്പോൾ കോപ്പി റൈറ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് ഒഴിവാക്കി ആടിൻ്റെ ഒരു സൗണ്ട് കൊടുക്കണത്. അപ്പോൾ ഇതാക്കണിഞ്ഞ് മഹർ കെട്ടാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. മാഷാ അല്ലാ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ. പിന്നെ ഈ പുതിയാപ്പിള ചെക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടത്. നല്ലൊരു മോനാണ് കേട്ടോ. അതേപോലെ ഫിനിമോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോളെ പോലെയാണ്. നല്ല സ്വഭാവം, നല്ലൊരു അച്ചടക്കമുള്ളൊരു കുട്ടിയാണ് കേട്ടോ ഈ ഫിനിമോൾ. ഇനിയൊക്കെ ഒരു അനിയത്തി ഒരു അനിയനുണ്ട്. അവരൊക്കെ എനിക്കറിയാം. അവരിങ്ങോട്ട് വന്നിട്ടും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടും എനിക്ക് അവരൊക്കെ നല്ലോണം അറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഹർ കെട്ടൽ കഴിഞ്ഞ ശേഷം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് നല്ലൊരു പീസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മന്തി ഉണ്ട്, ബിരിയാണിയൊക്കെ ഞങ്ങളെല്ലാവരും ഇട്ടുങ്ങാണ്ട് പിന്നെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ ഓളെ അമ്മയാണ്. ഇതിൻ്റെ കൂട്ടുകാരി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒപ്പം പഠിച്ചതാണ് എന്നൊക്കെ. അപ്പോൾ ഐസു ഓളും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഐസുവിന് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ റംസനാരത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഓള് ഞാൻ ഓളെ മകളെ നിൽക്കാറില്ല. അപ്പോൾ ഓൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ ഓളെ ഹസ്ബൻഡ് നാട്ടിലും ഇല്ല. അപ്പോൾ ഒക്കെപ്പാടെ ഓൾ ആലോചിച്ചങ്ങാണ്ട് ഇങ്ങനെ തല ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് പോരാൻ വേണ്ടി നിന്നപ്പോഴാണ് പുതിയാപ്പിളിനൊക്കെ അവിടുന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഞാൻ അറിയുന്ന കുട്ടികളാണ്. കാരണം എൻ്റെ അമ്മാൻ്റെ വീടിൻ്റെ അടുത്താണ് പുതിയാപ്പിളിൻ്റെ വീട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലൊരുപാട് ആൾക്കാരുണ്ട്, അമ്മേൻ്റെ കുട്ടികളും എല്ലാവരും. പിന്നെ എന്താ അപ്പോൾ ഇവന് യൂട്യൂബ് ചാനലുണ്ട് പറഞ്ഞു, പേരൊക്കെ ഞാൻ പറഞ്ഞിനി. പിന്നെ ഇവരൊക്കെ നമ്മൾ അറിയണ കുട്ടികളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവരോടൊക്കെ സബ് ചെയ്യാണ്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയാം. അപ്പോൾ ഐസും തന്നെ അതേപോലെ കൂടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഒരുപാട് പറയാനുണ്ട്. കാരണം നമ്മൾ അറിയണവരെ കണ്ട് നമുക്ക് സന്തോഷമല്ലേ അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. മാഷാ അല്ലാ, വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലർക്കൊടിയേ ഞാനിന്ന് പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുബർഗവും കണ്ട് മലർക്കൊടിയേ ഞാനിന്ന് പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുബർഗവും കണ്ട് നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനും വന്നവളാണു, സ്വപ്ന കന്യകയാണു അവളുടെ സുന്ദരമാം നീ എൻ്റെ തടി തളരും നീ മലർക്കൊടിയേ ഞാനിന്നും പുഴയരികിൽ